ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 14 ദിവസത്തെ കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്ക് ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് ഗ്രോസ് കളക്ഷനും സിനിമയുടെ ഷെയർ കളക്ഷനും പിന്നെ സിനിമയുടെ ബുധനാഴ്ചത്തെ ഗ്രോസ് കളക്ഷനും എന്തായാലും പരിശോധിക്കേണ്ട ചെയ്യാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് സുദീപ് ചാനൽ. ദൃശ്യം എന്ന സിനിമ മെയ് 21 നമ്മുടെ ലാലിന്റെ പിറന്നാൾ സമ്മാനമായിട്ടാണ് തിയേറ്റർ റിലീസ് വന്ന പല ഭാഷകളിലായിട്ട്. ഹിന്ദി പകർപ്പ് മാത്രം റിലീസ് വന്നിട്ടില്ല, ബാക്കി എല്ലാ ലാംഗ്വേജിലും പടം റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലായിടത്തും സിനിമയ്ക്ക് നല്ലൊരു ഗ്രോസ് കളക്ഷനും ഓപ്പണിംഗ് ആയിട്ട് കാണാൻ സാധിച്ചു നമുക്ക്. അതും തമിഴ്നാട് എടുത്ത് പറയുന്നത്, കാരണം കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ റിലീസിന് വന്നിട്ട് നമ്മുടെ ലാലേട്ടന്റെ ഈ ഒരു സിനിമയ്ക്ക് 1 കോടിയുടെ മുകളിൽ ഗ്രോസ് കാണാൻ സാധിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ് മലയാള സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്തായാലും പടത്തിന്റെ കേരള ബോക്സ് ഓഫീസിനെ സ്റ്റാർട്ട് ചെയ്യാം. ഈ സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ അങ്ങനെ 81 കോടിയിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 14 ദിവസം കൊണ്ട് 80 കോടി ക്ലബില്. ലാലേട്ടന്റെ 4ാമത്തെ മലയാള സിനിമ തന്നെയാണ് നമ്മുടെ 80 കോടി ക്ലബിൽ വരുന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസില്. 81 കോടി 16 ലക്ഷമാണ് സിനിമേന്റെ കഴിഞ്ഞ 14 ദിവസത്തെ കളക്ഷൻ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമേന്റെ ഷെയർ കളക്ഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് 38 കോടി 93 ലക്ഷമാണ് സിനിമേന്റെ ഷെയർ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൃശ്യം 3 സിനിമേന്റെ. ഓൾമോസ്റ്റ് നല്ലൊരു കളക്ഷനിലോട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. സിനിമയ്ക്ക് ബുധനാഴ്ച ഓൾമോസ്റ്റ് 1 കോടി 15 ലക്ഷമാണ് ഇന്നലത്തെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന്. നല്ലപോലെ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്, കാരണം 2 ആഴ്ചത്തെ കളക്ഷൻസ് ഒക്കെ നമുക്കറിയാം 2 കോടി 4 കോടിയിൽ പോയതാണ്. 3ാമത്തെ ആഴ്ച വന്നപ്പോൾ സിനിമ ഓൾമോസ്റ്റ് നല്ലപോലെ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ സിനിമ കേരളത്തിൽ നിന്ന് 100 കോടി എടുക്കാൻ ചാൻസ് വളരെയധികം കുറവ് തന്നെയാണ്. ഈ വർഷം അപ്പോൾ ഹൈയസ്റ്റ് ഗ്രോസിംഗ് നമ്മുടെ വാഴ 2 എന്ന സിനിമ തന്നെയായി മാറും, ഓൾമോസ്റ്റ് 129 കോടിയായിട്ട്. എന്തായാലും പടത്തിന്റെ തെലുങ്ക് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 14 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 14ാമത്തെ ദിവസം ബുധനാഴ്ച കിട്ടിയത് 12 ലക്ഷമാണ് ഗ്രോസ്. ടോട്ടൽ 14 ദിവസം കൊണ്ട് 11 കോടി 10 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണുന്നത്. ഷെയർ കളക്ഷൻ ഓൾമോസ്റ്റ് 5 കോടി 19 ലക്ഷമാണ്. നല്ല റണ്ണിംഗ് ആണ് സിനിമയ്ക്ക് തെലുങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 10 കോടിയുടെ മുകളിലൊക്കെയാണ് ഗ്രോസ് കാണുന്നത്. പിന്നെ നല്ലൊരു കളക്ഷൻ ഉള്ളത് നമ്മുടെ കർണാടകയിലാണ്. 14ാമത്തെ ദിവസം സിനിമയ്ക്ക് കിട്ടിയത് 9 ലക്ഷമാണ് ഗ്രോസ് ആയിട്ട്. നല്ലൊരു ഡീസന്റ് ആയിട്ട് ഹോൾഡ് കാണുന്നുണ്ട്. 14 കോടി 20 ലക്ഷമാണ് സിനിമേന്റെ കർണാടകയിലെ ബോക്സ് ഓഫീസ് ഗ്രോസ് കാണുന്നത്. ഷെയർ കളക്ഷൻ അപ്രോക്സിമേറ്റ് ആയിട്ട് 6 കോടി 34 ലക്ഷമാണ്. നല്ലൊരു കളക്ഷൻ അവിടെയും കാണുന്നുണ്ട്. തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 14ാമത്തെ ദിവസം ഓൾമോസ്റ്റ് 8 ലക്ഷമാണ് കാണുന്നത്. സിനിമയ്ക്ക് തമിഴ്നാട്ടിലും ഹോൾഡ് കാണുന്നുണ്ട് കുഴപ്പമില്ലാതെ. ഓൾമോസ്റ്റ് ഗ്രോസ് ആയിട്ട് ഇപ്പൊ നിലവിൽ 8 കോടി 30 ലക്ഷമാണ് ടോട്ടൽ ആയിട്ട്. ഷെയർ കളക്ഷൻ 3 കോടി 60 ലക്ഷമാണ്. എന്തായാലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രം സിനിമയ്ക്ക് നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക് 50 കോടിയുടെ അടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ആയിട്ട് നല്ലൊരു കളക്ഷൻ തന്നെയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ ദൃശ്യം 3 സിനിമ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും പടം ഇനി വേൾഡ് വൈഡ് നമ്മുടെ ലാലേട്ടന്റെ ആദ്യ 300 കോടി സിനിമ കിനാവ് കാണുന്നവർ എന്തായാലും ആ ഒരു കിനാവ് നിലവിൽ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം നല്ലപോലെ കളക്ഷൻ ഡ്രോപ്പ് ആയിട്ടുണ്ട് സിനിമയ്ക്ക് ഈ കഴിഞ്ഞ 3ാമത്തെ ആഴ്ചയിലോട്ട് വരുമ്പോൾ. അല്ലെങ്കിൽ ഈ ആഴ്ച സ്റ്റാർട്ടിങ് തന്നെ സിനിമയ്ക്ക് 2 കോടിയിൽ നിന്ന് സ്റ്റാർട്ട് ആയതാണ് തിങ്കളാഴ്ചത്തെ കളക്ഷൻ. പിന്നെ സിനിമയ്ക്ക് തിങ്കളാഴ്ചയ്ക്ക് ശേഷം 1 കോടിയായിട്ട് ചുരുങ്ങി വന്നിരിക്കുകയാണ്. 2 കോടി നമ്പേഴ്സ് കാണുന്നില്ല നമുക്ക്. ഈവൻ ഓവർസീസിലാണെങ്കിലും സിനിമയുടെ കളക്ഷൻ ചുരുങ്ങി വരുന്നുണ്ട് ഓൾമോസ്റ്റ്. എന്തായാലും ഓവർസീസിലെ എമ്പുരാൻ സിനിമേന്റെയും ലോക സിനിമേന്റെയും കളക്ഷൻ തകർക്കണമെങ്കിൽ നല്ലൊരു കളക്ഷൻ ഹോൾഡ് വേണം സിനിമയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ. എന്നാൽ മാത്രമാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് 300 കോടിയിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്തായാലും 300 കോടി നിലവിൽ സാധ്യമല്ലെന്നാണ് കേൾക്കാൻ സാധിക്കും റിപ്പോർട്ടേഴ്സിന്റെയും ഈ ട്രാക്കേഴ്സിന്റെയും നമ്പേഴ്സ് കാണുമ്പോൾ. നിലവിലെ സിനിമ 250 കോടിയിലോട്ട് ഫൈനലായിട്ട് എത്തുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ക്ലോസിംഗ് അപ്ഡേറ്റ് ആയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തെ വാഴ 2 സിനിമേന്റെ ആ 238 കോടി തകർക്കാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ 235 കോടി. നിലവിൽ ഓൾമോസ്റ്റ് നമ്മുടെ ദൃശ്യം സിനിമയ്ക്ക് 230 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു 7 കോടി 8 കോടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഴ 2 സിനിമേന്റെ ഫൈനൽ തകർക്കാൻ സാധിക്കും. എന്നാൽ പോലും നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ സിനിമേന്റെ 267 കോടി തകർക്കാൻ ചാൻസ് കുറവ് തന്നെയാണ്. കാരണം 250 കോടി വരെ മാക്സിമം പോകാൻ ചാൻസ് കാണുന്നുള്ളൂ നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. എന്തായാലും സിനിമ ജൂൺ മാസം മിഡോടെ പടം ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട് നിലവിൽ. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ട്. അല്ലെങ്കിൽ സിനിമ നല്ലപോലെ ഹോൾഡ് ചെയ്യണം പടത്തിന്റെ OTT റിലീസ് നമ്മുടെ ലോക സിനിമ ചെയ്ത പോലെ. അങ്ങനെയാണെങ്കിൽ സിനിമ കഷ്ടിച്ച് സിനിമ ഒരു നല്ലൊരു നമ്പേഴ്സിലോട്ട് എത്താൻ ചാൻസ് കാണുന്നുണ്ട്. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.